വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ റിസർച്ച് പ്രോബ്ലം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റിസർച്ച് പ്രോബ്ലം? എ ക്വസ്റ്റ്യൻ എ റിസർച്ചർ വാണ്ട് ടു ആൻസർ. ഒരു റിസർച്ചർക്ക് ആൻസർ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യണം എന്ന് എയിമുള്ള ഒരു പ്രോബ്ലം, അതിനെയാണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയാം. ഈ റിസർച്ച് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് റിസർച്ച് പ്രോസസ്സിലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇതൊരു ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ദാറ്റ് ആസ്ക് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഇതിന്റെ ആൻസർ ആണ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് ഗ്യാപ്പ് ഉള്ള ഒരു ഏരിയ ഓഫ് കൺസേണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൻ്റയർ സ്റ്റഡീനെ ഗൈഡ് ചെയ്തിട്ട് ഡയറക്ഷൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസർച്ച് പ്രോബ്ലത്തിന്റെ സെലക്ഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് റിസർച്ചറിന്റെ നോളേജും സ്കിൽസും, ഇൻട്രസ്റ്റ്, മോട്ടിവേഷൻ, ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ്, ക്രിയേറ്റിവിറ്റി, ഒറിജിനാലിറ്റി, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ടൈം. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ച് പ്രോബ്ലത്തിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നോളേജ് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ റിസർച്ചിൻ്റെ ഫോക്കസും പർപ്പസും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒബ്ജക്റ്റീവ്സിനും ഹൈപ്പോത്തസിസിനും ഡിസൈനിനൊക്കെ അതൊരു ഫൗണ്ടേഷനായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് റിസർച്ച് പ്രോബ്ലം, അതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആൻഡ് ഇമ്പോർട്ടൻസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർച്ച് പ്രോസസ്സിലെ മോസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എന്ത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. ജനറലി ഒരു ബ്രോഡ് ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എ ബ്രോഡ് ടോപ്പിക് ഇസ് ഡീലിമിറ്റഡ് ഓർ നാരോ ഡൗൺ ടു എ സ്പെസിഫിക് വൺ സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ഈ ഒരു സ്റ്റെപ്പാണ് മോസ്റ്റ് ഡിഫിക്കൽട്ടായിട്ടും ചാലഞ്ചിങ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ടൈമും എഫേർട്ടും ഒക്കെ ആവശ്യമുള്ള ഒരു സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ഈ റിസർച്ച് പ്രോബ്ലത്തിന് നമുക്ക് ഒരുപാട് സോഴ്സസ് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, നഴ്സിംഗ് ലിറ്ററേച്ചർ, സോഷ്യൽ ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ്, നഴ്സിംഗ് പ്രൊഫഷൻ പ്രയോറിറ്റീസ്, നഴ്സിംഗ് തിയറി, ഇൻട്യൂഷൻ, പിയർ കൺസൾട്ടേഷൻ. ഇത്രയും സോഴ്സസ് നിന്നൊക്കെ നമുക്ക് റിസർച്ച് പ്രോബ്ലം അറൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചറിൻ്റെ ഡേ ടു ഡേ പേഴ്സണൽ എക്സ്പീരിയൻസസ് കാരണം ഒരുപാട് റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഐഡിയ, അതിനെ ഫോമുലേറ്റ് ചെയ്യാനുള്ള റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഫോമുലേഷന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ട്. അതായത് ഈ റിസർച്ചറിൻ്റെ ഡേ ടു ഡേ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റിസർച്ചർ ആൽക്കഹോളിക് ഹസ്ബൻഡ്സിൻ്റെ വൈഫ് സഫർ ചെയ്യുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാം? ഈ ഒരു വുമണിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് പ്രോബ്ലം അവർക്കൊരു ഐഡിയ ഫോമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലീവ്ഡ് എക്സ്പീരിയൻസസ് സോഷ്യൽ ഇഷ്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, മീനിങ് ഫുൾ റിസർച്ചിന് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അടുത്തത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ക്ലിനിക്കൽ ഓർ പ്രൊഫഷണൽ പ്രാക്ടീസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നഴ്സസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ അവരുടെ ഡെയിലി ഇൻട്രാക്ഷൻസ് വഴി ഒരുപാട് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ ഒരു നേഴ്സ് സർജിക്കൽ വാർഡിലുള്ള അൺറെസ്ട്രിക്റ്റഡ് വിസിറ്റിംഗ് ഹവേഴ്സ് എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് ഡിമാൻഡ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിലെ ആൻറ്റിബയോട്ടിക് ഡിമാൻഡ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിനിക്കൽ ഒബ്സർവേഷനെ സിഗ്നിഫിക്കൻറ്റ് റിസർച്ച് പ്രോബ്ലം ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അത് പേഷ്യൻ്റ് കെയറിനെ ഇംപ്രൂവ് ചെയ്യും, ഹെൽത്ത് കെയർ സിസ്റ്റത്തിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ലിറ്ററേച്ചർ. ബുക്സ്, ആർട്ടിക്കിൾസ്, റിസർച്ച് റിപ്പോർട്ട്സ്, ഒപ്പീനിയൻ, ക്ലിനിക്കൽ സമ്മറീസ്, ഇതിൻ്റെയൊക്കെ ക്രിട്ടിക്കൽ സ്റ്റഡി പുതിയ റിസർച്ച് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീഡ് ചെയ്യുന്ന സമയത്ത്, വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അറൈസ് ചെയ്യാം. നമ്മുടെ ഇമാജിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫെർദർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റ് ഏരിയാസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതും ഒരു വാല്യുബിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. എല്ലാ പുതിയ റിസർച്ചേഴ്സിനൊക്കെ അല്ലെങ്കിൽ പുതിയ റിസർച്ചൊക്കെ ബിൽഡ് ചെയ്യുന്നത് പ്രീവിയസ് റിസർച്ച് ഫൈൻഡിങ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്.
അതൊരു നോളേജ് ബേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് സ്റ്റഡീസിൻ്റെയും എൻഡിൽ തന്നെ റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, ഫെർദർ റിസർച്ച് പ്രോബ്ലം, ആ ഒരു ടോപ്പിക്കിലുള്ള ഫെർദർ റിസർച്ച് പ്രോബ്ലംസ് അവരുടെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇയർലിയർ സ്റ്റഡീസിനെയൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിങ്സ്, ഏതൊക്കെ പോപ്പുലേഷൻസ് ആണ്, ഇതൊക്കെ ഈ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റിസർച്ച് പ്രോബ്ലത്തിൽ വരുന്നത് തന്നെയാണ്. അടുത്തതാണ് എക്സിസ്റ്റിംഗ് തിയറീസ്. എക്സിസ്റ്റിംഗ് തിയറീസിൽ തന്നെ നമുക്ക് ഒരുപാട് റിസർച്ച് പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സോഷ്യൽ ഇഷ്യൂസ് ആണ്. ഇപ്പോൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഗ്ലോബൽ ഇഷ്യൂസൊക്കെ റിസർച്ചിൻ്റെ പല ഇമ്പോർട്ടൻ്റ് ഏരിയാസും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹൈലി റെലവൻ്റ് ആണ് ഹെൽത്ത് കെയറിനും കമ്മ്യൂണിറ്റി വെൽബീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിളാണ് HIV അല്ലെങ്കിൽ എയ്ഡ്സ്, ഫീമെയിൽ ഫീറ്റിസൈഡ്, സെക്ഷുവൽ ഹറാസ്മെൻറ്റ്, ഡൊമസ്റ്റിക് വയലൻസ്, ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച്. ഇതൊക്കെയാണ് വേരിയസ് സോഴ്സസ്. അപ്പോൾ ഇതൊന്നൊക്കെ റിസർച്ച് പ്രോബ്ലത്തിന് അറൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വാല്യൂബിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബ്രെയിൻ സ്റ്റോമിങ്. പുതിയ റിസർച്ച് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടെക്നിക്കാണ് എന്ത്, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽസും റിസർച്ചേഴ്സും അതർ ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ഒരു ഇൻറ്റൻസിഫൈഡ് ഡിസ്കഷൻ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അത് മൾട്ടിപ്പിൾ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും റിസർച്ച് പ്രയോറിറ്റീസിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നഴ്സസും റിസർച്ചേഴ്സൊക്കെ ഒരുമിച്ച് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് റിസർച്ച് ഏരിയാസ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. അടുത്തത് ഇൻറ്റ്യൂഷൻ ആണ്. ഇൻറ്റ്യൂഷനെ ഒരു ട്രഡീഷണൽ സോഴ്സ് ഓഫ് നോളേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റിഫ്ലക്റ്റീവ് മൈൻഡ് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഐഡിയാസിനെ റിസർച്ച് പ്രോബ്ലംസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻറ്റ്യൂഷൻ. അടുത്തത് ഫോക്ക് ലോസ്. ഫോക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ബിലീവ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രാക്ടീസ്, അത് സത്യമാവാം സത്യമാവാതിരിക്കാം. അങ്ങനത്തെ ബിലീവ്സിനൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ത്രൂ റിസർച്ച്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ, ജസ്റ്റ് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് പഠിക്കരുത്. അപ്പോൾ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം പഠിക്കാതെ ബുക്കൊക്കെ മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് സ്റ്റഡി ചെയ്യാം. അതാണ് ഫോക്ക് ലോസിൽ വരുന്നത്. അടുത്തത് എക്സ്പോഷർ ടു ഫീൽഡ് സിറ്റുവേഷൻസ്. ഫീൽഡ് എക്സ്പോഷർ റിസർച്ചേഴ്സിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പുതിയ റിസർച്ച് ഐഡിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രാക്ടീസസ് ഒക്കെ ഈ ഫീൽഡിൽ ഒബ്സർവ് ചെയ്തതിന് എഫിക്കസി, വാലിഡിറ്റി ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഒരു റിസർച്ചർ ട്രഡീഷണൽ പ്രാക്ടീസ് ഫോർ ക്യൂറിങ് എ ഡിസീസ് ആൻഡ് ഫ്രെയിംസ് ഇറ്റ്സ് ആറ്റ് റിസർച്ചർ പ്രോബ്ലം. അപ്പോൾ ഇത് ജസ്റ്റ് ട്രഡീഷണൽ പ്രാക്ടീസ്, ഒരു ഡിസീസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രഡീഷണൽ പ്രാക്ടീസിനെ ഒബ്സർവ് ചെയ്ത് അതിനൊരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഇതാണ് എക്സ്പോഷർ ടു ഫീൽഡ് സിറ്റുവേഷൻ. അടുത്തത് ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് എ ഗുഡ് റിസർച്ച് പ്രോബ്ലം. ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലത്തിന് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയാസ് ആണ്. ഫസ്റ്റ് വൺ, സിഗ്നിഫിക്കൻസ് ടു നഴ്സിംഗ് പ്രൊഫഷൻ. ഒരു നല്ല റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിനും നഴ്സസിനും ഹെൽത്ത് കെയർ സിസ്റ്റത്തിനൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കണം. അതിൻ്റെ റിസൾട്ട് ക്ലിനിക്കൽ നഴ്സിംഗ് പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യണം. നഴ്സിംഗ് തിയറി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യണം. കറൻറ്റ് നഴ്സിംഗ് പ്രാക്ടീസ് ഇഷ്യൂസിനൊക്കെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഈ നഴ്സിംഗ് പ്രൊഫഷന് ജനറേറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നതായിരിക്കണം ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്തത് ഒറിജിനാലിറ്റി ആണ്. അതായത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പുതിയതായിരിക്കണം, യുണീക്ക് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. അതായത് എക്സിസ്റ്റിംഗ് സ്റ്റഡീസിനെ ഒന്നും ഇങ്ങനെ സിമ്പിളായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള റിസർച്ചസ് ആവരുത്. റെപ്ലിക്കബിലിറ്റി ആവശ്യമുള്ള സമയത്ത് നമുക്ക് വാലിഡേഷനൊക്കെ വേണ്ടിയിട്ട് റെപ്ലിക്കേഷൻ നടത്താം. പക്ഷേ ആവശ്യമില്ലാതെ ചുമ്മാ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് നടത്തരുത്. അതാണ് ഒറിജിനാലിറ്റി. ഫീസിബിലിറ്റി ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു റിസർച്ച് പ്രോസസ്സിലും അല്ലെങ്കിൽ റിസർച്ച് പ്രോജക്റ്റിനെയും കൺസിഡർ ചെയ്യേണ്ട മെയിൻ ഫാക്ടറാണ്. ആ ഒരു പ്രോബ്ലം എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിക്കോട്ടെ, എത്ര റിസർച്ചബിൾ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ഫീസിബിലിറ്റി എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഫാക്ടേഴ്സ് ആയിട്ട് ടൈം, അവൈലബിലിറ്റി ഓഫ് സബ്ജക്റ്റ്, ഫെസിലിറ്റീസ്, എക്യുപ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, എത്തിക്കൽ കൺസിഡറേഷൻസ്, ഇതൊക്കെ ചെക്ക് ചെയ്തിരിക്കണം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സെലക്റ്റഡ് പ്രോബ്ലം അപ്രോപ്രിയേറ്റ് ആണോ, ആ ഒരു സ്റ്റഡി നമുക്ക് പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫീസിബിലിറ്റിയിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ടൈം. ടൈം എന്ന് പറയുന്നത് റിസർച്ചിന് എപ്പോഴും ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നഴ്സിന് ക്വിൻറ്റപ്പിൾസിൻ്റെ കേസിൽ സിബ്ലിംഗ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ അതത്ര പോസിബിൾ അല്ല. കാരണം ആ കേസസ് റെയർ ആണ്. അതുപോലെ
അത് അത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ റിസർച്ചറിന് ഇത് നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് ടൈം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എസ്റ്റിമേറ്റ് ചെയ്തേക്കാൾ കൂടുതൽ ഇതിന് ചിലപ്പോൾ സമയം എടുത്തേക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അടുത്തത് കോസ്റ്റ്. എല്ലാ റിസർച്ച് പ്രൊജക്റ്റുകളും എക്സ്പെൻസീവ് ആയിരിക്കാം. ചിലത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആയിരിക്കാം. അപ്പോൾ റിസർച്ചറിന് എന്ത് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തീരുമാനിച്ച് വെച്ചിരിക്കണം. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അടുത്തത് എക്യുപ്മെൻറ്റും സപ്ലൈയും ആണ്. എല്ലാ റിസർച്ച് സ്റ്റഡീസിനും കുറച്ച് സെർട്ടൈൻ റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട്. പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നെസസറി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ്, അതുപോലെ സപ്ലൈ, ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റിൻ്റെ റിസ്കുകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസോഴ്സസ് ചില സമയത്ത് എക്യുപ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് പകുതി ഒഴിച്ച് നിർത്തി പോകാൻ അല്ലെങ്കിൽ ഡിലേ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടാണ്. ഒരുപാട് റിസർച്ച് പ്രോജക്റ്റിനൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ സപ്പോർട്ട് ആവശ്യമാണ്. നേഴ്സ് റിസർച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഫിനാൻഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ളൊക്കെ സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈലി മോട്ടിവേറ്റിംഗ് ആയിരിക്കും. അതേപോലെ സക്സസ്ഫുൾ റിസർച്ച് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. പിയർ സപ്പോർട്ട്. ഇപ്പോൾ നേഴ്സ് റിസർച്ചേഴ്സ് ആണെങ്കിൽ തന്നെ ഒപ്പമുള്ള പിയേഴ്സിനൊക്കെ ആയിട്ടുള്ള സപ്പോർട്ടും അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഡിസ്കഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു റിസർച്ചബിൾ പ്രോബ്ലത്തിനെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ ആയിട്ട് തന്നെ അത് മാറുന്നുണ്ട്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് സബ്ജക്ട്സ് ആണ്. ഒരു റിസർച്ചറിന് സബ്ജക്ട്സ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. പക്ഷേ ഇത് എപ്പോഴും എന്തായിരിക്കും, സത്യമായിക്കൊള്ളണം എന്നില്ല. ചില കേസസിന് ഇപ്പം നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസും റൂൾസൊക്കെ ഉണ്ടായിരിക്കും. അത് പ്രോപ്പറായിട്ട് സബ്ജക്ട്സ് കേട്ടോളണം എന്നില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർ അൺവില്ലിങ് ആയിരിക്കും. ഓൾറെഡി വേറെ ഏതെങ്കിലും സ്റ്റഡീസിൽ അവർ എൻറോൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കെയർഫുൾ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള സാമ്പിൾ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് റിസർച്ചേഴ്സ് കോമ്പിറ്റൻസ്. ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് റിസർച്ചറിൻ്റെ നോളേജും സ്കില്ലും എബിലിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവബിൾ ആണെങ്കിൽ മാത്രമാണ് ആ പ്രോബ്ലം നല്ലതായിട്ട് കൺസിഡർ ചെയ്യണത്. ഇപ്പോൾ അൺസോൾവബിൾ അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രം നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അടുത്തത് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് പ്രോബ്ലം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോൾവബിൾ അല്ലെങ്കിൽ റീസെർച്ചബിൾ ആയിരിക്കണം. പ്രാക്ടിക്കൽ ആവുന്ന റിസർച്ചബിൾ ആവുന്ന പ്രോബ്ലംസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ഇൻസോൾവബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അത് ഒരുപാട് ടൈമും എഫേർട്ടൊക്കെ വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ കറണ്ട് ആണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസന്റ് ഡേ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. യൂസ്ഫുൾ ആയിട്ടുള്ള വൈഡർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ടോപ്പിക്സ് വേണം നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അതായത് റിസർച്ചറിൻ്റെ മോട്ടിവേഷനും ഇൻട്രസ്റ്റ് ഒക്കെ മാച്ച് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അത് എന്തൂസിയാസം, കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഒരു ഗുഡ് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾസ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന വേരിയബിൾസും അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കണം. ഇത് ഹൈപ്പോതസിസിൻ്റെ ഫോർമുലേഷനും സ്റ്റഡീനെ എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ്. ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോളേജിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം. പ്രൊഫഷണൽ പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യുന്ന റിലവൻറ്റ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് അറ്റൻഷനെ അട്രാക്ട് ചെയ്ത് പ്രൊഫഷനൊക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നോവാലിറ്റി. പ്രോബ്ലം എന്ന് പറയുന്നത് പുതിയതായിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. പാസ്റ്റ് റിസർച്ചിന് അനാവശ്യമായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. നമ്മൾ നേരത്തെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അടുത്തത് എംപിരിക്കൽ വെരിഫിക്കേഷൻ ആണ്. എംപിരിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത്, അതായത് ഒബ്സർവേഷൻ, ഡാറ്റ കളക്ഷൻ, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് എംപിരിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിസർച്ച് പ്രോബ്ലത്തിൽ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പഠിക്കാനുള്ളത്. ഇതിന് നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനിയും പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് റിസർച്ച് പ്രോബ്ലം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ഇമ്പോർട്ടൻസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, വേരിയസ് സോഴ്സസ് ആണ് ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത്. ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, നഴ്സിംഗ് ലിറ്ററേച്ചർ, സോഷ്യൽ ഇഷ്യൂസ് ഓർ പ്രോബ്ലം, നഴ്സിംഗ് പ്രൊഫഷൻ പ്രയോറിറ്റീസ്, നഴ്സിംഗ് തിയറി, ഇൻറ്റ്യൂഷൻ, പിയർ കൺസൾട്ടേഷൻ. പിന്നെ നമ്മൾ കുറച്ച് അതർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതർ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടുണ്ടായിരുന്നു.
significance to nursing profession, originality, feasibility of research problem, time, cost, equipment supply, administrative support, peer support, availability of studies, researcher competence. Other characteristics are solvable or resolvable, current, interesting, relationship between variables, importance, novelty, empirical verification. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.